വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ശ്യാമ തിരികെ വന്ന് കട്ടിലിരുന്ന് രോഹിത് എന്തോ മറയ്ക്കുന്നത് പോലെ എന്നൊക്കെ സംശയം തോന്നുന്നുണ്ട്. അതിനുശേഷം രോഹിത് വരുന്നു എന്ന് കാണുമ്പോൾ ശ്യാമ അങ്ങ് കിടക്കുകയാണ്. എന്നിട്ട് ഉറങ്ങുന്ന പോലെ നടിക്കുന്നുണ്ട്. അന്നേരം രോഹിത് വന്ന് നോക്കുമ്പോൾ ശ്യാമ ഉറക്കമായതുപോലെയുണ്ട്. അന്നേരം രോഹിത് അവിടെ കട്ടിലേക്ക് ഇരിക്കുന്നുണ്ട്. എന്നിട്ട് എന്തൊക്കെയോ ആലോചിക്കുന്നുണ്ട്, ശ്യാമയെ നോക്കുന്നുണ്ട്. ഇടയ്ക്ക് ശ്യാമ ഇങ്ങനെ രോഹിത്തിനെ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ രോഹിത് ശ്രദ്ധിക്കുന്നു എന്ന് കാണുമ്പോൾ ശ്യാമ അങ്ങ് ഉറങ്ങുന്നത് പോലെ കിടക്കുകയാണ്. അതിനുശേഷമാണെങ്കിൽ പിറ്റേന്ന് രാവിലെ ഒരു ഓട്ടോ സ്റ്റാൻഡാണ് കാണിക്കുന്നത്. അവിടെയാണെങ്കിൽ കുറേ ഓട്ടോക്കാർ അവരുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതിൽ ശ്രീധരൻ എന്ന് പറയുന്ന ആളുടെ മോളാണെങ്കിൽ 10ാം ക്ലാസ്സിൽ ഫുൾ A+ വാങ്ങിച്ചു. അപ്പോൾ അതിൻ്റെ ചിലവുകൾ പാർട്ടി നടത്തുന്നതിനെക്കുറിച്ചും അല്ലാതെ അവരുടെ വീട്ടുകാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കമലിനെത്തുന്നുണ്ട് അവിടത്തേക്ക്. അന്നേരം കമലിനോട് ഇവർ പറയുകയാണ്, നീ ലോറി പണിയൊക്കെ മതിയാക്കിയടാ, നിന്നോട് പറഞ്ഞില്ലേ ഒരു ഓട്ടോ എടുത്ത് ഓടാനായിട്ട്, ഉള്ള ഓട്ടം നമ്മൾ വീതിച്ചെടുക്കാം എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കും പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് ആലോചിക്കാം. തൽക്കാലം എൻ്റെ ഒരു ഒഴിവിലേക്ക് എൻ്റെ ആശാനെ ഒന്ന് നിർത്തിയാൽ മതി. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ശ്രീധരേട്ടാന്ന് ചോദിക്കുമ്പോൾ വരാൻ പറയുക. അന്നേരം ആശാൻ്റെ ഇപ്പോൾ വരും എന്ന് പറയുന്നുണ്ട്. അന്നേരം തുടർന്ന് വിഷ്ണു ആണെങ്കിൽ ഓട്ടോയും കൊണ്ട് അവിടേക്ക് എത്തുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ആശാൻ എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിനെ എല്ലാവർക്കും കമലം പരിചയപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷം ആശാൻ ചില്ലറക്കാരനൊന്നുമല്ല, വലിയ നിലയിൽ കഴിഞ്ഞിരുന്ന ആളാണ് എന്നൊക്കെ കമലം പറയുന്നുണ്ട്. അന്നേരം വിഷ്ണു പുറകോട്ട് പിടിക്കുകയാണ് കമലിനെ, അതൊന്നും പറയണ്ട എന്നുള്ളത്. അതിൽ ഒരാളിങ്ങനെ സംശയം പറയുന്നുണ്ട്, വലിയ നിലയിൽ കഴിഞ്ഞതോ പിന്നെ എന്തിനാ ഓട്ടോ ഓടിക്കാൻ വരുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അത് ഈ വിഷ്ണുവും കമലിനും ഒക്കെ കേൾക്കുന്നുണ്ട്, പക്ഷേ അവർ ശ്രദ്ധിക്കുന്നതായിട്ട് കാണിക്കുന്നില്ല. അതിനുശേഷം അവർ ഓട്ടോ സ്റ്റാൻഡിലാണെങ്കിൽ ഒരു ബോർഡൊക്കെ ഉണ്ട്, അതിൽ ഓട്ടോയുടെ പേര് എഴുതിയിടും. അത് ടേൺ അനുസരിച്ചാണ് ഓടുന്നതൊക്കെ. അന്നേരം തുടർന്ന് ഐശ്വര്യമായിട്ട് ഓട്ടോയുടെ പേര് എഴുതിക്കോന്ന് പറയുമ്പോൾ ഓട്ടോശ്രീ എന്നിങ്ങനെ വിഷ്ണു എഴുതിയിടുന്നുണ്ട്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കുമ്പോൾ ശാലിനി വരുന്നുണ്ട്. കളക്ടറുടെ വണ്ടി കൊണ്ടുവന്ന് ഇങ്ങനെ ചവിട്ടി നിർത്തുകയാണ്. തുടർന്ന് ശാലിനിയും രാമേട്ടനും ഇറങ്ങുന്നുണ്ട്. തുടർന്ന് രാമേട്ടനോട് ശാലിനി പറയുന്നുണ്ട്, രാമേട്ടൻ പൊയ്ക്കോ, ഞാൻ വന്നോളാം. തുടർന്ന് രാമേട്ടൻ വണ്ടി എടുത്ത് പോവുകയാണ്. പക്ഷേ ശാലിനി ഇങ്ങനെ വന്നിറങ്ങുമ്പോൾ വിഷ്ണുവും കമലിനെയൊക്കെ നോക്കി നിൽക്കുകയാണ്. പക്ഷേ പരിചയഭാവം നടിക്കുന്നില്ല. ബാക്കി എല്ലാവരും ഇങ്ങനെ ബഹുമാനത്തോടെ നോക്കി നിൽക്കുകയാണ് കളക്ടർ എന്നുള്ളത്. തുടർന്ന് ആ ഫ്രണ്ടിൽ കിടക്കുന്ന ഓട്ടോയുടെ ആളാരാ എന്നിങ്ങനെ ശാലിനി ചോദിക്കുമ്പോൾ അത് ഞാനാണ് എന്നിങ്ങനെ വിഷ്ണു പറയുന്നുണ്ട്. തുടർന്ന് എങ്കിൽ കന്നി ഓട്ടോ അല്ലേ, കളക്ട്രേറ്റിലോട്ട് തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് വണ്ടി എടുക്കുമെന്ന് പറയുകയാണ്. തുടർന്ന് ശാലിനി അതിലേക്ക് കയറുന്നുണ്ട്. കയറാൻ നേരം വിഷ്ണുവിനെ ഇങ്ങനെ നോക്കി ചിരിക്കുകയാണ്. തുടർന്ന് ബാക്കി എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ്. പക്ഷേ കമലിനങ്ങ് ചിരി വരുന്നുണ്ട്, കമലൻ ചിരിക്കുന്നതൊന്നുമില്ല. അതിനുശേഷം വിഷ്ണു വണ്ടിയിലേക്ക് കയറുന്നുണ്ട്, ഓട്ടോ എടുത്ത് പോവുകയാണ്. അന്നേരം അതിൽ ഒരാളൊരു മിമിക്രി ആർട്ടിസ്റ്റ് ഒക്കെ ഉണ്ട്. ഈ പുള്ളി പറയുകയാണ്, പിന്നെ കളക്ടർ അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണെന്ന് തോന്നുന്നു, അവൻ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയിട്ടാണോ രാവിലെ ഇങ്ങോട്ടത്തേക്ക് വന്നത് എന്നിങ്ങനെ കമലിനോട് ചോദിക്കുമ്പോൾ അവർ ഭാര്യയും ഭർത്താവും കൂടി ഓട്ടം പോയതിന് നമ്മൾ എന്തിനാ പേടിക്കുന്നത്? അപ്പോൾ ഈ ശ്രീധരേട്ടൻ ചോദിക്കുന്നുണ്ട്, ഭാര്യയും ഭർത്താവോ എന്ന് പറയുമ്പോൾ അതെ, നമ്മുടെ കളക്ടറുടെ പേരെന്താണ്? ശാലിനി വിഷ്ണു. നമ്മുടെ ആശാന്റെ പേരെന്താ? വിഷ്ണു. അപ്പോൾ ആ വിഷ്ണു ആണോ ഈ വിഷ്ണു എന്നിങ്ങനെ ശ്രീധരേട്ടൻ ചോദിക്കുമ്പോൾ അതെ, അത് തന്നെയെന്ന് പറയുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒക്കെ സന്തോഷമാകുന്നുണ്ട്. അതിനു മുന്നേ നിനക്കും ആശാനാണെങ്കിൽ നമുക്കും ഇന്ന് മുതൽ വിഷ്ണു ആശാൻ തന്നെയാണെന്നൊക്കെ അവർ പറയുന്നുണ്ട്. തുടർന്നാണ് എങ്കിൽ പിന്നെ കളക്ടറുടെ ഭർത്താവ് നമ്മുടെ സ്റ്റാൻഡിൽ ആട്ടോ ഓട്ടിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കൊരു വെയിറ്റ് അല്ലേ എന്ന്. അന്നേരം പിന്നെ കമലം പറയുന്നുണ്ട്, ഭാര്യ കളക്ടറാണെന്ന് കരുതി വീട്ടിൽ വെറുതെ ഇരിക്കത്തൊന്നുമില്ല, എൻ്റെ ആശാൻ നല്ല അധ്വാനിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം അതിൽ ഒരാൾ പറയുന്നുണ്ട്, എങ്കിൽ പിന്നെ നമ്മുടെ ശ്രീധരേട്ടൻ്റെ മോളുടെ ഫംഗ്ഷന് കളക്ടറെ കൊണ്ട് സമ്മാനം കൊടുപ്പിച്ചാലോ എന്നുള്ളത്. അന്നേരം കമലം വെയിറ്റിട്ട് നിൽക്കുകയാണ്, തന്നോട് പറയുമെന്നറിയാമല്ലോ. അന്നേരം നീ വിചാരിച്ചാൽ നടക്കും കമല എന്ന് പറയുമ്പോൾ പിന്നെ ഇത് നിന്നെ ഞാൻ ചെയ്യിപ്പിച്ചില്ലെങ്കിൽ പിന്നെ എന്താ, ഏട്ടത്തിയമ്മയെന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്, ഇത് ഞാൻ ചെയ്തിരിക്കും എന്ന് പറയുമ്പോൾ നീ ഞങ്ങളുടെ മുത്താണെന്നൊക്കെ പറഞ്ഞ് കമലിനെ എടുത്ത് പൊക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, ഒരു ആഘോഷം പോലെ. ഇതേസമയം വിഷ്ണുവും ശാലിനിയും കൂടി ഇങ്ങനെ ഓട്ടോയിൽ പോകുമ്പോൾ ശാലിനി പറയുന്നുണ്ട്, കളക്ടറാണ് വണ്ടിയിലിരിക്കുന്നത്, അപ്പോൾ കുണ്ടും കുഴിയൊക്കെ ഒഴിവാക്കി മര്യാദയ്ക്ക് ഓടിച്ചു പോകണമെന്ന് പറയുമ്പോൾ വിഷ്ണു പറയുകയാണ്, അതെ അത് ഞങ്ങൾ അങ്ങോട്ടാണ് പറയാനുള്ളത്, പൊതുമരാമത്തിനോടാണ് പറയാനുള്ളത്. ഇടയ്ക്കൊക്കെ ഇങ്ങനെയുള്ള സാധാരണക്കാരുടെ വാഹനത്തിൽ സഞ്ചരിക്കണം, എങ്കിലേ ഇതൊക്കെ ശരിയാക്കുകയുള്ളൂ. നിങ്ങൾ AC കാറിനകത്ത് പോകുമ്പോൾ ഇതൊന്നും അറിയില്ല, 3 ചക്രമുള്ള വണ്ടിയിലിരുന്ന് പോകുമ്പോൾ 300 കാര്യങ്ങൾ അറിയാൻ പറ്റും എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു അങ്ങ് കത്തിക്കയറി സംസാരിക്കുകയാണ്. അന്നേരം കാക്കി ഉടുപ്പിലേക്ക് കയറിയപ്പോൾ പഴയ സമരച്ചൂടൊക്കെ ഇങ്ങോട്ട് പുറത്ത് വന്നല്ലോ എന്നിങ്ങനെ ശാലിനി കളിയാക്കുന്നുണ്ട്. അന്നേരം അതൊന്നുമല്ല, ഒരു സാധാരണക്കാരൻ്റെ ആവശ്യം ഒരു ഓട്ടോ പ്രതിനിധി എന്ന നിലയിൽ കളക്ടറുടെ മുൻപിൽ സമർപ്പിക്കുന്ന അപേക്ഷയാണ് എന്നിങ്ങനെ പറയുമ്പോൾ അപ്പോൾ ഈ പണിയും എനിക്ക് തലവേദനയാകും അല്ലേ എന്നിങ്ങനെ ശാലിനി തിരിച്ചും ചോദിക്കുന്നുണ്ട്. അതിനുശേഷം അവർ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്.
തുടർന്നാണെങ്കിൽ ശാലിനി പറയുന്നുണ്ട്, അല്ല ഓട്ടോ സ്റ്റാൻഡിൽ നിന്നും കളക്ടറാണ് ഓട്ടോയിൽ കയറി വന്നത്, അത് അവിടെ ഇപ്പോൾ ഒരു സംസാര വിഷയമാകുമോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അതൊന്നും അവർ ശ്രദ്ധിച്ചിട്ട് പോലും ഉണ്ടാവില്ല. പിന്നെ സിനിമാ നടിയൊന്നും അല്ലല്ലോ വന്ന് കയറിയത്, വല്ല മഞ്ജു വാര്യരോ നയൻതാരയോ അങ്ങനെ വല്ലവരും ആണെങ്കിൽ പിന്നെ ജനപ്രവാഹമായിരുന്നേനെ എന്ന് പറയുമ്പോൾ ആഹാ അത്രയ്ക്കായോ, അപ്പോൾ കളക്ടർക്ക് ഒരു വിലയില്ലേ എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിൻ്റെ തലയിലേക്ക് ഒരു കൊട്ട് കൊട്ടുന്നുണ്ട് ശാലിനി. അന്നേരം അതൊന്നും അല്ലേ, ഞാൻ ചുമ്മാതെ പറഞ്ഞതാണ്, ഇതൊക്കെ പറയാനായിട്ട് എനിക്ക് താനല്ലേ ഉള്ളൂ. ശാലിനി വിഷ്ണു എന്ന് പറയുന്ന ഒരു പൂവിന് ചുറ്റും വട്ടമിട്ട് പറക്കുന്ന ഒരു വണ്ടാണ് ഈ വിഷ്ണു എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണുവിൻ്റെ ശബ്ദമൊക്കെ മാറുകയാണ്. സ്നേഹത്തോടെയുള്ള സംസാരമാകുമ്പോൾ ശാലിനി പെട്ടെന്ന് ചോദിക്കുന്നുണ്ട്, അല്ല പോരാട്ട വീര്യമുള്ള സമര നേതാവിൽ നിന്നും പെട്ടെന്നൊരു റൊമാൻറ്റിക് മൂഡിലേക്ക് വന്നല്ലോ, പുറമേയുള്ള കാഴ്ചകളൊന്നും അതിനെ പ്രകോപിപ്പിച്ചില്ലല്ലോ എന്ന് പറയുമ്പോഴും വിഷ്ണു പെട്ടെന്ന് തിരിച്ചുകൊണ്ട് വണ്ടി നിർത്തുന്നുണ്ട്. അന്നേരം ചോദിക്കുന്നുണ്ട്, അല്ല എന്താ വണ്ടി നിർത്തിയതെന്നിങ്ങനെ ശാലിനി ഇങ്ങനെ ഓട്ടോയിൽ വിഷ്ണുവിൻ്റെ സീറ്റിലേക്ക് ചേർന്നതെന്നാണ് ചോദിക്കുന്നത്. തുടർന്ന് പറയുന്നുണ്ട്, അല്ല തനിക്ക് എപ്പോഴാണ് ഓഫീസിൽ എത്തണമെന്ന് ചോദിക്കുമ്പോൾ 2 മണിക്ക് എത്തണം, 3 മണിക്കൊരു മീറ്റിംഗ് ഉണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ ഓട്ടോ ചാർജ് കൂടുമെന്ന് പറയുകയാണ്, വെയിറ്റിംഗ് ചാർജും ഒക്കെ കൂടുമെന്ന് പറയുമ്പോൾ അതൊക്കെ തരാം, പക്ഷേ മീറ്ററിലുള്ളത് ഞാൻ തരൂ എന്നിങ്ങനെ ശാലിനി പറയുന്നുണ്ട്. അതിനുശേഷം അപ്പോൾ പിന്നെ ഒരു ചെറിയ കറക്കം, ചെറിയൊരു ഫുഡ് എന്നൊക്കെ പറയുമ്പോൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും വണ്ടി എടുത്ത് പോകുന്നുണ്ട്. പിന്നെ അവർ ചിരിച്ചും തമാശ പറഞ്ഞും നല്ലൊരു സന്തോഷമുള്ളിലാണ് വിഷ്ണു ഓടിച്ചുകൊണ്ട് പോകുന്നതും ശാലിനി അത് ആസ്വദിക്കുന്നുമുണ്ട് ഓട്ടോയിലിരുന്നുണ്ട്. ഇതേ സമയം നൂറാണെങ്കിൽ പുറത്തുനിന്ന് സ്കൂട്ടിയിൽ വീട്ടിലേക്ക് വരുന്നുണ്ട്. ആകെ സന്തോഷത്തിൽ ഓടി സുബൈർക്കായുടെ റൂമിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് കട്ടിലേക്ക് നിന്ന് പറയുന്നുണ്ട്, വാപ്പച്ചി പിന്നെ ഞാൻ വാപ്പച്ചിക്ക് വാക്ക് തന്നതുപോലെ എൻട്രൻസ് പാസ്സായി, അപ്പോൾ വാപ്പച്ചി പറഞ്ഞത് പാലിക്കണം, എന്നെ പഠിപ്പിക്കണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ്. ഈ സമയത്ത് ഈ നസീറിൻ്റെ വാപ്പ വരുന്നുണ്ട്. അന്നേരം ആര് പഠിക്കുന്നു, എങ്ങും പഠിക്കുന്നില്ല, പഠിക്കാനൊന്നും പോണ്ട, നീ വീട്ടിലിരുന്ന് പഠിച്ചാൽ മതി, കഞ്ഞിയും കറിയും ഒക്കെ വെക്കുന്ന പഠിപ്പ് മതി, അത് നിനക്കായി എന്ന് പറയുകയാണ്. അന്നേരം നൂറ് പറയുന്നുണ്ട്, വാപ്പച്ചി പറഞ്ഞതാണ് എന്നെ പഠിപ്പിക്കാമെന്ന് എന്നുള്ളത്. അന്നേരം ഇങ്ങനെ കിടക്കുന്ന വാപ്പച്ചി എന്ത് പറയാനാണെന്ന് പറഞ്ഞിട്ട് പൈസയൊക്കെ എത്ര അങ്ങനെ ചിലവാക്കാൻ ഇവിടെ ഇല്ല എന്ന്, നിൻ്റെയും നസീറിൻ്റെയും നിക്കാഹ് നടത്താനായിട്ട് തീരുമാനിച്ചു എന്ന്, ഞാനാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ നൂറ് പറയുന്നുണ്ട്, ഞാൻ വേറെ ആരുടെയും അല്ലല്ലോ ചിലവാക്കുന്നത്, എൻ്റെ വാപ്പച്ചിയുടെ പൈസ അല്ലേ എന്ന് പറയുമ്പോൾ ഈ നസീറിൻ്റെ വാപ്പ ദേഷ്യപ്പെടുകയാണ്. നിർത്ത് നിൻ്റെ സംസാരം, ഇങ്ങനെ പെണ്ണുങ്ങളൊന്നും ഇവിടെ സംസാരിക്കാറില്ല, അഭിപ്രായം പോലും ചോദിക്കാറില്ല, അതുകൊണ്ട് ഞാൻ നിശ്ചയിച്ച പ്രകാരമേ ഇവിടെ നടക്കുകയുള്ളൂ കാര്യങ്ങൾ, ഞാനത് നടത്തൂ എന്നിങ്ങനെ പറയുകയാണ്, കർക്കശമായിട്ട് പറയുന്നുണ്ട്. അന്നേരമാണെങ്കിൽ ഈ സുബൈദ ഇത് കേട്ടുകൊണ്ട് അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട്. പക്ഷേ സുബൈർക്കാണെങ്കിൽ ആകെ സങ്കടമൊക്കെ വരുന്നുണ്ട്. നൂറിൻ്റെ വിഷമം കണ്ടിട്ട് നൂറൊന്നങ്ങ് കരയുകയാണ്. തുടർന്നും പറയുന്നുണ്ട്, വാപ്പച്ചി എന്നെ പഠിപ്പിക്കണം, എനിക്ക് വാപ്പച്ചി എൻ്റെ ഉമ്മയുടെ ആഗ്രഹമായിരുന്നു ഞാനൊരു ഡോക്ടർ ആവണം എന്നുള്ളതെന്ന് പറയുമ്പോൾ, നീ ഡോക്ടറായിട്ട് വന്നിട്ട് ഇവിടെ ആരും ചികിത്സിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പിന്നെ മയ്യത്തായവരൊക്കെ മയ്യത്തായി, അവർ വന്ന് കുഴിയിൽ നിന്ന് എണീച്ച് വന്ന് എന്നെ അനുഗ്രഹിക്കുകയും ചെയ്യില്ലല്ലോ, അതൊക്കെ വെറുതെയും കളഞ്ഞാൽ മതി, ഞാൻ കല്യാണം ഉറപ്പിക്കുന്നതാണ്, അത് നടത്തും എന്ന് പറഞ്ഞിട്ട്, അതേ നടക്കൂ എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടെ അങ്ങോട്ട് പോവുകയാണ്. അന്നേരം ഈ സുബൈദ വന്ന് നൂറിനോട് പറയുന്നുണ്ട്, നിൻ്റെ ഉമ്മച്ചിയുടെ കൽബ് എനിക്കറിയാം, മരിക്കുമ്പോൾ എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോയത്, അത് ഞാനൊരു നിധി പോലെ കാക്കും, അതുകൊണ്ടാണ് നീ നസീറിൻ്റെ പെണ്ണായിട്ട് വരണം എന്ന് പറഞ്ഞത് എന്നൊക്കെ പറയുമ്പോഴും നൂറിനങ്ങ് വിഷമം അടക്കി പിടിക്കാനായിട്ട് സാധിക്കുന്നില്ല, കരയുകയാണ്. വീണ്ടും സുബൈറിൻ്റെ അടുത്തേക്ക് ഇരുന്നിട്ട് പറയുന്നുണ്ട്, അപ്പച്ചി കല്യാണം നടത്തരുത് എന്നുള്ളത് എനിക്കിഷ്ടമല്ല പ്ലീസ് എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് മുന്നേ പിന്നെ നസീറിൻ്റെ വാപ്പയോട് നൂറ് പറയുന്നുണ്ട്, അവസാനം എന്നോണം പറയുന്നുണ്ട്, കല്യാണം നടത്താൻ ശ്രമിക്കുകയാണെങ്കിൽ ഞാൻ എന്നെ തന്നെ ഇല്ലാതാക്കും എന്ന് പറയുമ്പോൾ, നീ ഇതൊന്നും എന്നെ പറഞ്ഞ് പേടിപ്പിക്കാൻ നോക്കണ്ട, ഇത് നീ വയ്യാതെ കിടക്കുന്ന എൻ്റെ വാപ്പച്ചിയോട് പറഞ്ഞാൽ മതി, ഇതൊന്നും കണ്ട് ഞാൻ പേടിക്കില്ല, കല്യാണം നടത്തുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി പുറത്തേക്ക് പോകുന്നതൊക്കെ. പക്ഷേ പിന്നീട് നൂറിനിരുന്ന് കരയാനല്ലാതെ ഒന്നും സാധിക്കുന്നില്ല. അതേപോലെ സുബൈർക്കായ്ക്കും ആ കിടപ്പിൽ കിടന്നുകൊണ്ട് പുള്ളിക്കൊന്നും സംസാരിക്കാനും പറ്റുന്നില്ല, ഒന്നും ചെയ്യാനും പറ്റുന്നില്ല. നൂറിൻ്റെ അവസ്ഥയിലേറെ സങ്കടപ്പെടുന്നുണ്ട്. ഇതേ സമയം ശാലിനിയും കൊണ്ടുപോകുന്ന വിഷ്ണു ആണെങ്കിൽ കളക്ട്രേറ്റിന് കുറച്ച് പിന്നിലായിട്ട് വണ്ടി നിർത്തുന്നുണ്ട്. അന്നേരം ഇവിടെ എന്താ വണ്ടി നിർത്തിയെന്ന് ചോദിക്കുമ്പോൾ, ആ കാണുന്നതാണ് കളക്ട്രേറ്റ് എന്ന് പറയുന്നുണ്ട്. അന്നേരം അതെനിക്കറിയാമല്ലോ, സ്ഥിരം വരുന്നതല്ലേ എന്ന് ശാലിനി പറയുന്നുണ്ട്. അന്നേരം എങ്കിലേ കുറച്ച് നടന്നു പോകേണ്ടി വരും എന്നിങ്ങനെ പറയുകയാണ്. തുടർന്ന് വിഷ്ണു വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്, ശാലിനി ഇറങ്ങുകയാണ്. അന്നേരം അതെന്താന്ന് ചോദിക്കുമ്പോൾ, അതെ താനൊരു കളക്ടറല്ലേ, അപ്പോൾ ഈ ഓട്ടോയിലൊക്കെ വന്ന് ഇറങ്ങുന്നത് മാനക്കേടാണ് എന്നിങ്ങനെ പറയുമ്പോൾ, അവരുടെ മുന്നിൽ ഒരു സ്ഥാനവും നിലയും ഒക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ, മാനക്കേടാണെന്ന് പറയുമ്പോൾ ആർക്ക് എന്നിങ്ങനെ ശാലിനി ചോദിക്കുന്നുണ്ട്. അതായത് ശാലിനിക്ക് മനസ്സിലാവുന്നുണ്ട് വിഷ്ണുവിൻ്റെ പറഞ്ഞതൊക്കെ. ശാലിനിക്ക് എന്തെങ്കിലും പിന്നെ മോശക്കേട് ഉണ്ടാകും ഓട്ടോയിലൊക്കെ ചെന്നിറങ്ങുന്ന, അല്ലെങ്കിൽ ഭർത്താവ് ഓട്ടോക്കാരനാണെന്ന് പറയുന്നത് സഹപ്രവർത്തകരെയൊക്കെ കളിയാക്കും എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു പറയുമ്പോൾ, അതെ വിഷ്ണുവേട്ട അങ്ങനെയൊന്നും പറയണ്ട, സാധാരണക്കാരൻ്റെ വാഹനമല്ലേ ഓട്ടോ എന്ന് പറയുന്നുണ്ട്. തുടർന്നാണ്, അങ്ങനെ കളിയാക്കുന്ന സഹപ്രവർത്തകരൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് അവരെ ഒന്നും വേണ്ട എന്ന് പറയുകയാണ്. ഈ ഒരു രാജി എന്നൊരു 2 അക്ഷരത്തിൽ തീരുന്നതേ ഉള്ളൂ എൻ്റെ ഈ പദവിയും അതുമൊക്കെ.
ഒക്കെ പിന്നെ ഈ കളക്ടർ IAS ഒക്കെ എന്നാണ് ഉണ്ടായത്, അതിനു മുന്നേ നമുക്ക് കാലങ്ങളിലെ പിന്നെ പൈലറ്റിൻ്റെക്കാളും വിലയുണ്ട് വിഷ്ണുവേട്ടൻ ഈ ഇട്ടിരിക്കുന്ന യൂണിഫോമിന്. സാധാരണക്കാരൻ്റെ വാഹനമാണ് ഓട്ടോ, അത് പൈലറ്റിൻ്റെ അത്രത്തോളം വില വരില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശാലിനി വിഷ്ണുവിന് മനസ്സിലാകുന്നുണ്ട്. എന്നാലും അത് വേണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം അതിനൊന്നും സാരമില്ല, പിന്നെ എൻ്റെ ഭർത്താവ് ഓട്ടോ ഓടിക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്കൊരു മാനക്കേടും തോന്നില്ല. പിന്നെ വിഷ്ണുവേട്ടൻ അതിനേക്കാളും മഹത്തായൊരു കാര്യമുണ്ട്, അഗ്നിസാക്ഷിയാക്കി വിഷ്ണുവേട്ടൻ എൻ്റെ കഴുത്തിൽ കെട്ടി താലി എന്നുള്ളത്. അപ്പോൾ അത് എനിക്ക് പറയുന്നതിൽ അഭിമാനമേ ഉള്ളൂ, അതുകൊണ്ട് അങ്ങോട്ട് കയറിയാട്ടെ എന്നിങ്ങനെ പറഞ്ഞ് ശാലിനി വണ്ടിയിലേക്ക് കയറുന്നുണ്ട്. അന്നേരം അത് വേണോ എന്നിങ്ങനെ വീണ്ടും വിഷ്ണു ചോദിക്കുമ്പോൾ വേണം എന്നിങ്ങനെ പറഞ്ഞിട്ട് പറയുകയാണ്. അന്നേരം തുടർന്ന് വണ്ടി എടുക്കുന്നുണ്ട്, കളക്ട്രേറ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെ കൊണ്ടുവന്ന് നിർത്തുകയാണ്. അന്നേരം ശാലിനി അതിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. അന്നേരം ആണെങ്കിൽ വിഷ്ണുവായിട്ട് ഇറങ്ങുന്നില്ലേന്ന് ചോദിക്കുകയാണ്. അന്നേരം ഞാനൊന്നും ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞിട്ട് വിഷ്ണു അതിൽ തന്നെ ഇരിക്കുകയാണ്. തുടർന്ന് അനുപല്ലവിയൊക്കെ വന്ന് നോക്കുന്നുണ്ട് ഇത് ഇവർ ഇറങ്ങുന്ന കണ്ടിട്ട്. പക്ഷേ അനുപല്ലവി സന്തോഷത്തോടെയാണ് നോക്കുന്നത്. അനുവൊക്കെ ശ്രദ്ധിക്കുന്നു, താൻ ചെല്ല് എന്ന് പറയുന്നുണ്ട്. തുടർന്ന് അല്ല ഓട്ടോ കൂലി വേണ്ടേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം കൂലിയോ, അതൊന്നും വേണ്ടാന്നും പറഞ്ഞ് വിഷ്ണു തിരിഞ്ഞിരിക്കുകയാണ്. അതൊന്നും പറ്റില്ല, തരും, പിന്നെ കന്നി ഓട്ടം തന്നെ ഫ്രീ ആയാൽ എല്ലാം പിന്നെ ഫ്രീ ആയിട്ട് ഓടേണ്ടി വരും എന്ന് പറയുമ്പോൾ നിർബന്ധമാണോ എന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട്. തുടർന്ന് അതേന്ന് പറയുമ്പോൾ 410 രൂപ എന്ന് പറയുകയാണ്. അന്നേരം 370 അതിൽ കാണിക്കുന്നുള്ളൂ, ബാക്കി എന്താ ടിപ്പാണോ എന്ന് ചോദിക്കുമ്പോൾ ജീവിക്കണ്ടേ എന്നിങ്ങനെ തല ചൊറിഞ്ഞുകൊണ്ട് വിഷ്ണു പറയുന്നുണ്ട്. തുടർന്ന് 500 നോട്ടെടുത്ത് ശാലിനി കൊടുക്കുകയാണ്. അന്നേരം ബാക്കി എന്നിങ്ങനെ ചോദിക്കുമ്പോൾ തന്നേ പറ്റൂ എന്നിങ്ങനെ ശാലിനിയിൽ വരട്ടുന്ന പോലെ സംസാരിക്കുകയാണ്. അത്രയ്ക്കാകുമെന്നും പറഞ്ഞ് വിഷ്ണു ഓട്ടോയിൽ നിന്ന് അങ്ങോട്ട് ചാടി ഇറങ്ങുന്നുണ്ട്. തുടർന്ന് വാങ്ങിച്ചുകൊണ്ടേ പോകുമെന്ന് ചോദിക്കുമ്പോൾ അത്രേ ഉള്ളൂ എന്നിങ്ങനെ ശാലിനി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്നേരം വിഷ്ണു പറയണം എങ്കിൽ തരും എന്ന് പറഞ്ഞിട്ട് ബാക്കിയെടുത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വിഷ്ണു പറയുകയാണ് പിന്നെ ഇതൊരു ശീലമാക്കണ്ട എന്ന് പറയുകയാണ്. അന്നേരം അതെന്താ ബാക്കി വാങ്ങുന്നതെന്ന് ചോദിക്കുമ്പോൾ അതല്ല, ഈ ഓട്ടോയിലുള്ള വരവ് എന്നിങ്ങനെ പറഞ്ഞിട്ട് എങ്കിൽ പോട്ടെ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ചിരിച്ച് സംസാരിച്ച് പിരിയുന്നുണ്ട്. ശാലിനി ഇങ്ങനെ അകത്തേക്ക് കയറി പോകുന്ന വളരെ സന്തോഷത്തോടെ വിഷ്ണു ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് തിരിഞ്ഞ് അങ്ങോട്ട് ഓട്ടോയിലേക്ക് കയറാൻ പോകുമ്പോൾ ഈ കമലിനും കുറച്ച് ഓട്ടോക്കാരും കൂടി ഒരു ഓട്ടോയിൽ ഇങ്ങനെ വന്ന് ഇറങ്ങുന്നുണ്ട്. അന്നേരം നിങ്ങൾ എന്താടാ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ആശാനെ കാണാൻ വന്നതാണെന്ന് പറയുന്നുണ്ട്. അന്നേരം ഞാൻ അങ്ങോട്ട് വരാൻ തുടങ്ങായിരുന്നു എന്ന് പറയുമ്പോൾ അപ്പോൾ പിന്നെ കളക്ടറെ കാണത്തില്ലല്ലോ എന്നിങ്ങനെ ഒരു ഓട്ടോക്കാരൻ പറയുന്നുണ്ട്. അന്നേരം കളക്ടറോ വിഷ്ണുവിനാകപ്പാടെ സംശയം വരുന്നുണ്ട്, കമൽ എന്താണ് പറഞ്ഞു പിടിപ്പിച്ചിരിക്കുന്നതെന്ന് അറിയാൻ വയ്യാഞ്ഞിട്ട്. തുടർന്ന് പറയുന്നുണ്ട് ശ്രീധരേട്ടൻ്റെ മോൾക്ക് കോളേജിൽ ഇങ്ങനെ ഫുൾ A+ കിട്ടി, അപ്പോൾ അതിൻ്റെ ഒരു ഫംഗ്ഷനുണ്ട്, അത് കളക്ടറെ കൊണ്ട് കൊടുപ്പിക്കണം, സമ്മാനം കൊടുപ്പിക്കണം എന്നാണ് ഞങ്ങളുടെ ഇത്, അതിന് വേണ്ടിയിട്ടാണ് വന്നതെന്ന് പറയുമ്പോൾ വിഷ്ണുവിന് സംഭവം മനസ്സിലാവുന്നുണ്ട്, കമലെല്ലാം പറഞ്ഞു എന്നുള്ളത്. അന്നേരം ആശാനൊന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ ഞാൻ എങ്ങനെയെന്നും പറഞ്ഞ് വിഷ്ണു നിൽക്കുമ്പോൾ ഇല്ലെങ്കിൽ ഏട്ടൻ നിമ്മോട് ഞാൻ പറഞ്ഞോളാം എന്നും പറഞ്ഞ് കമലിനാകപ്പാടെ വെയിറ്റിലാണ്. അതൊന്ന് വാ ആശാനെന്നും പറഞ്ഞ് വിഷ്ണുവിനെ പിടിച്ചു വലിച്ചുകൊണ്ട് പോവുകയാണ്. പക്ഷേ വിഷ്ണു പുറകെ പോകുന്നില്ല, ഇവർ വിഷ്ണു പുറകെ ഉണ്ട് എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ പിന്നെ ഈ ഓട്ടോക്കാരും കമലിനും ഒക്കെ കളക്ടറുടെ അങ്ങോട്ടത്തേക്ക് ഇടിച്ച് കയറുകയാണ്. തുടർന്ന് ക്യാബിനിലേക്ക് അങ്ങോട്ട് കയറാൻ തുടങ്ങുമ്പോൾ അനുപല്ലവി പിടിച്ചു നിർത്തുകയാണ്. അല്ല ഇതെല്ലാവരും കൂടി എങ്ങോട്ടാണെന്ന് ചോദിക്കുമ്പോൾ അതെ ഞങ്ങൾ കളക്ടർ മേഡത്തെ കാണാൻ വന്നതാണ് എന്ന് പറയുന്നുണ്ട്. അന്നേരം അപ്പോയിൻമെൻ്റ് ഉണ്ടോ എന്നിങ്ങനെ അനുപല്ലവി ചോദിക്കുമ്പോൾ അതെ ഭർത്താവിന് ഭാര്യയെ കാണാനായിട്ട് അപ്പോയിൻമെൻറ്റ് വേണമോ അത് നല്ല കാര്യം എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഭാര്യയും ഭർത്താവുമോ എന്നിങ്ങനെ അനുപല്ലവി ചോദിക്കുമ്പോൾ അതെ കളക്ടർ മേഡത്തിന് ഒരു ഭർത്താവല്ലേ ഉള്ളൂ, അത് നമ്മുടെ ആശാനാണ് എന്ന് പറയുമ്പോൾ ആശാൻ എവിടെ എന്നും പറഞ്ഞിങ്ങനെ ചുറ്റും നോക്കുമ്പോൾ വിഷ്ണുവിനെ കാണാനില്ല. ഇത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ എന്നും പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ വിഷ്ണു അവിടെ നിന്ന് ഇങ്ങനെ പതിയെ എത്തി നോക്കുകയാണ്. അന്നേരം ദേ വരുന്നു എന്ന് പറയുമ്പോൾ വിഷ്ണു ആകപ്പാടെ മടിച്ചൊക്കെയാണ് വരുന്നത്. തുടർന്ന് അനുപല്ലവി വിഷ്ണുവിനെ കാണുമ്പോൾ സാറും ഉണ്ടായിരുന്നു ചോദിക്കുകയാണ്. അന്നേരം കളക്ടർ മാഡത്തെ കാണണം എന്നിങ്ങനെ കമലം പറയുന്നുണ്ട്. അന്നേരം വിഷ്ണു പെട്ടെന്ന് കളക്ടർ മാഡം എന്ന് പറയാൻ വന്നിട്ട് അല്ല ശാലിനി എന്ന് കാണണമായിരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ അപ്പോയിൻമെൻറ്റ് ഒന്ന് ചോദിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് അനുപല്ലവി അകത്തേക്ക് പോവുകയാണ്. അന്നേരം ഈ ഓട്ടോക്കാരിൽ ഒരാൾ ചോദിക്കുന്നുണ്ട് അല്ല പിന്നെ ഭർത്താവിന് ഭാര്യയെ കാണാനും അനുവാദം വേണമെന്ന്, അപ്പോയിൻമെൻറ്റ് വേണമെന്ന്. അന്നേരം തൊഴിലുറപ്പിന് വന്ന ഭാര്യയെ കാണാനല്ല, കളക്ടറായിട്ടുള്ള ഭാര്യയെ കാണാനാണ്, അപ്പം കുറച്ച് വെയിറ്റൊക്കെ ആകാം എന്നും പറഞ്ഞിട്ട് കമലിനാകപ്പാടെ അങ്ങ് ഹെഡ് വെയിറ്റിൽ നിൽക്കുകയാണ്. അന്നേരം വിഷ്ണു അങ്ങ് കടിച്ചു പിടിക്കുന്നുണ്ട്, കമലിൻ്റെ നേരെ നോക്കി കണ്ണുരുട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട്. തുടർന്ന് അനുപല്ലവിയാണെങ്കിൽ അകത്ത് എന്ന് പറയുന്നുണ്ട് വിഷ്ണു സാറും കുറച്ച് ആൾക്കാരും കൂടി മേഡത്തെ കാണാൻ വെയിറ്റ് ചെയ്യുന്നു. അതായത് വിഷ്ണു ഏട്ടനോ വരാൻ പറയുമെന്ന് പറഞ്ഞിട്ട് ശാലിനി ഫയലൊക്കെ മാറ്റി വെച്ചിട്ട് ഇരിക്കുന്നുണ്ട്. തുടർന്ന് വിഷ്ണുവിനെ ചെല്ലാൻ പറഞ്ഞു എന്ന് അനുപല്ലവി വന്ന് പറയുമ്പോൾ ആശാനെന്നും പറഞ്ഞിട്ട് കമലെ ഇടിച്ചു കയറാനുള്ള ശ്രമത്തിലാണ്. അന്നേരം നിങ്ങൾ പോയാൽ മതി എന്ന് പറയുമ്പോൾ ആശാൻ വന്നേ വെക്കൂ എന്നും പറഞ്ഞിട്ട് വിഷ്ണുവിനെ ആദ്യം പിടിച്ചുകൊണ്ടുപോയി വിഷ്ണു അകത്തേക്ക് ഇങ്ങനെ നിർബന്ധിച്ചാണ് കയറ്റി വിടുന്നത്. അന്നേരം എല്ലാവരും കയറുന്നുണ്ട്. അന്നേരം വിഷ്ണു ആകെ മടിച്ചാണ് മുന്നോട്ട് വരുന്നത്.
തുടർന്ന് എല്ലാവരും കൂടി ക്യാബിനിലേക്ക് ചെല്ലുമ്പോൾ എല്ലാവരും വരൂ എന്നിങ്ങനെ ശാലിനി വിളിക്കുന്നുണ്ട്. തുടർന്ന് ഇരിക്കൂ എന്ന് പറയുമ്പോൾ ആശാൻ ഇരിക്കൂ എന്ന് പറയുമ്പോൾ വിഷ്ണു ഇരിക്കുന്നുണ്ട്. തുടർന്ന് എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ശാലിനി നല്ല രീതിക്കാണ് അവരോടൊക്കെ പെരുമാറുന്നത്. തുടർന്ന് നിങ്ങളെല്ലാവരും ഇരിക്കൂ എന്ന് പറയുമ്പോൾ കമലം പറയുന്നുണ്ടില്ല, ഞങ്ങൾ നിന്നോളാം. നിങ്ങളെപ്പോലുള്ളവർ വരുമ്പോൾ ഇരിക്കാനാണ് കസേര ഇട്ടിരിക്കുന്നത്, ഇരിക്കൂ എന്ന് പറയുകയാണ്. തുടർന്ന് ബാക്കി എല്ലാവരും ഒക്കെ ഇരിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ കമലിനും ഇരിക്കാൻ പറയുമ്പോൾ ഞാൻ ഇവിടെ നിന്നോളാം എന്ന് പറയുകയാണ്. തുടർന്ന് എന്തിനാ എല്ലാവരും കൂടി വരവിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഈ കമലം പറയുന്നുണ്ട്, ഈ കോളനിയിൽ 10ാം ക്ലാസ് പരീക്ഷയുടെ കാര്യമാണ് കേട്ടോ. 10ാം ക്ലാസ്സിൽ ഒരു കുട്ടി ആദ്യമായിട്ട് ഫുൾ A+ വാങ്ങിച്ചു. അപ്പോൾ ആ കുട്ടിയെ ആദരിക്കാനായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി തീരുമാനിച്ചു. അപ്പോൾ കളക്ടർ ഏട്ടത്തിയമ്മ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ഇങ്ങനെ നോക്കി ഉഴപ്പിക്കുകയാണ് ഏട്ടത്തിയമ്മ എന്ന് വിളിക്കുമ്പോൾ. അപ്പോൾ പെട്ടെന്ന് കമലം മാറ്റുന്നുണ്ട്, അല്ല കളക്ടർ മാഡം വന്ന് ആ സമ്മാനം കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം വിഷ്ണുവിനെ തന്നെ ഇങ്ങനെ ശാലിനി ശ്രദ്ധിക്കുന്നുണ്ട്. വിഷ്ണു ആണെങ്കിൽ ശാലിനിയുടെ മുഖത്തും നോക്കുന്നില്ല, അല്ല നിർബന്ധിച്ച് കൊണ്ടുവന്നത് പോലെയാണ്. വിഷ്ണുവിന് ഒരു ആവശ്യമായിട്ട് ശാലിനിയുടെ മുന്നിലേക്ക് വരാനൊരു മടി, അതാണ് വിഷ്ണുവിൻ്റെ മുഖഭാവത്ത്. തുടർന്ന് ശാലിനി ചോദിക്കുന്നുണ്ട്, അല്ല ഈ സാറൊന്നും മിണ്ടുന്നില്ലല്ലോ എന്ന്. അന്നേരം വിഷ്ണു ശാലിനിയുടെ മുഖത്ത് നോക്കാതെ തന്നെ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞതാണ് ഇവരോട് വേണ്ടാന്ന്, കളക്ടർക്ക് വലിയ തിരക്കായിരിക്കും, വരാനൊന്നും സമയം കാണില്ല എന്ന്. അന്നേരം ശാലിനി പെട്ടെന്ന് പറയുന്നുണ്ട്, ആ തിരക്കൊക്കെ ഉണ്ട്, അതിൻ്റേതായ കാര്യങ്ങളും ചുമതലകളും വേറെ ഒന്ന് രണ്ട് പരിപാടിയൊക്കെ ഉണ്ട്, അതൊക്കെ മാറ്റി വെച്ചിട്ട് വരിക എന്ന് പറഞ്ഞാൽ എന്നിങ്ങനെ ശാലിനി പറഞ്ഞിട്ട് എല്ലാവരുടെയും മുഖം ശ്രദ്ധിക്കുന്നുണ്ട്. അന്നേരം എല്ലാവർക്കും സങ്കടമാവുകയാണ്. പക്ഷേ ശാലിനി പറയുന്നുണ്ട്, പക്ഷേ ഇതിന് ഞാൻ വരും, ഇതിന് ഞാൻ വന്നിരിക്കും, പിന്നെ കുടുംബത്തോടൊപ്പം വരും, അതും ഔദ്യോഗിക വാഹനത്തിലല്ല, ഞങ്ങളുടെ സ്വന്തം വാഹനമായ ഓട്ടോശ്രീയിൽ എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണുവിന് എല്ലാവർക്കും, ഓട്ടോക്കാർക്കും കമലിനും ഒക്കെ ഇങ്ങനെ സന്തോഷമാവുകയാണ്. പഠിക്കുന്ന കുട്ടികൾക്ക് ഇങ്ങനെ ഒരു പ്രോത്സാഹനം നൽകുന്നതിന് നിങ്ങളെപ്പോലുള്ള സാധാരണക്കാർ ഇങ്ങനെ ഒരു നൽകുന്നത് നല്ലത് തന്നെയാണ്. ഇനി പഠിക്കാൻ പോകുന്നവർക്കൊക്കെ ഒരു പ്രചോദനമാവും. ഇനിയും നിങ്ങൾ തുടരുക തന്നെ വേണം, ഞാൻ എന്തായാലും എത്താം എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും സന്തോഷമാകുന്നുണ്ട്. തുടർന്ന് എല്ലാവരും കാര്യങ്ങൾ അറിയിക്കാം എന്നിങ്ങനെ കമലം പറയുന്നുണ്ട്. തുടർന്ന് എഴുന്നേറ്റിട്ട് ഒന്ന് നിന്നേ എന്നിങ്ങനെ ശാലിനി പറയുമ്പോൾ എന്താണെന്നും പറഞ്ഞ് എല്ലാവരും നിൽക്കുന്നുണ്ട്. അന്നേരം ശാലിനി ഇങ്ങനെ കമലിനെ തന്നെ നോക്കുകയാണ്. അന്നേരം കമലിന് സംഭവം മനസ്സിലാവുന്നുണ്ട്. അന്നേരം കമൽ ഇങ്ങനെ ഒരു കൈ വെച്ച് അവരോടൊക്കെ മറച്ചിട്ട് നമ്മളെയല്ല ആശാനെ എന്ന് പറഞ്ഞിട്ട് ബാക്കി എല്ലാവരെയും തള്ളിക്കൊണ്ട് കമലം പുറത്തേക്ക് പോകുന്നുണ്ട്. തുടർന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന കമലം പറയുകയാണ്, അവർക്ക് എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞിരിക്കാൻ കാണും, നമുക്ക് പോകാമെന്ന് പറയുമ്പോൾ പോകാം എന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും പോകുന്നുണ്ട്. അതേസമയം അകത്ത് വിഷ്ണു ആണെങ്കിൽ ഇങ്ങനെ തിരിഞ്ഞും പിരിഞ്ഞുമൊക്കെ നോക്കി നിൽക്കുകയാണ്, ശാലിനിക്ക് മുഖം കൊടുക്കാതെ, ആകെ ഒരു ഗൗരവഭാവത്തിൽ. അന്നേരം ഓട്ടോയുടെ ബാക്കി തിരിച്ചു വാങ്ങിച്ചുകൊണ്ടാണോ ഇത്ര ഗൗരവം എന്നിങ്ങനെ ശാലിനി ഇങ്ങനെ കസേരയിലിരുന്ന് കറങ്ങി ചോദിക്കുകയാണ്. അന്നേരം ചുമ്മാ അഭിനയമാണ്, കളക്ടറുടെ ഭർത്താവാണ് എന്നുള്ളൊരു അഭിനയം എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ഇങ്ങനെ രണ്ട് കൈയും ടേബിളിലേക്ക് കുത്തിയിട്ട് ശാലിനിയുടെ മുഖത്തേക്ക് തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിട്ട് പറയാൻ, താങ്ക്സ് എൻ്റെ കൂട്ടുകാരെ ഇത്ര നല്ല രീതിയിൽ കൈകാര്യം ചെയ്തതിന് എന്ന് പറയുമ്പോൾ ശാലിനി ഇങ്ങനെ വിഷ്ണുവിനെ നോക്കുന്നുണ്ട്. വിഷ്ണു ഇങ്ങനെ ശാലിനിയെ തന്നെ ശ്രദ്ധിക്കുകയാണ്. അവരിങ്ങനെ കണ്ണിൽ നോക്കി നിൽക്കുന്ന ആ ഒരു സീൻ. ഇതേസമയം സുസ്മിതയുടെ വീട്ടിലേക്ക് ചന്ദ്രബോസ് ആണെങ്കിൽ ഉപേന്ദ്രനെയും കൂട്ടിക്കൊണ്ട് എത്തുന്നുണ്ട്. ആകെ കലിപ്പിലാണ് ഉപേന്ദ്രൻ നിൽക്കുന്നത്. അന്നേരം എന്തോ അത്യാവശ്യ കാര്യമൊന്നും പറഞ്ഞല്ലേ എന്നെ വിളിച്ചു വരുത്തിയെന്ന് സുസ്മിത ചോദിക്കുന്നുണ്ട്. അന്നേരം വന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഇയാൾ എന്നെ ജോലി ചെയ്യാനായിട്ട് സമ്മതിക്കുന്നില്ല, ഈ നഴ്സറി കുട്ടികളെ പെൻസിലിനും റബ്ബറിനും ഒക്കെ കരയുന്ന പോലെയാണ് ഇയാളുടെ പണം പോയി എന്നും പറഞ്ഞ് ബഹളം എന്ന് പറയുമ്പോൾ, നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാം, എൻ്റെ 15 കോടിയാണ് പോയി കിടക്കുന്നത്, നിങ്ങൾ ചോദിച്ചപ്പോൾ പുളുങ്കുരു പോലെ ഞാൻ അങ്ങോട്ട് എണ്ണി തന്നില്ലേ, എനിക്ക് തിരിച്ചു കിട്ടിയേ പറ്റൂ എന്ന് പറയുകയാണ്. അന്നേരം അത് പോയി, എന്തായാലും അത് തിരിച്ച് കിട്ടുന്നവർ നമുക്കൊരു സാവകാശം കൂടി തന്നേ നോക്കൂ, അത് തിരിച്ച് അതേപോലെ തന്നെ നമുക്ക് പെറുക്കിയെടുക്കാം എന്നൊക്കെ പറയുമ്പോൾ, എങ്ങനെയായാലും പറ്റില്ല, എനിക്കത് കിട്ടണം എന്നിങ്ങനെ പറഞ്ഞു. ഉപേന്ദ്രൻ ആകെ ദേഷ്യത്തിൽ തന്നെയാണ്. ആ രോഹിത് നിങ്ങൾ വിചാരിക്കും പോലെയല്ല, അവൻ്റെ കൈയും കാലും തല്ലി ഒടിച്ചിട്ടായാലും അവനെ കൊണ്ട് പ്രമാണം തിരിച്ചെഴുതിക്കണം എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഈ ചന്ദ്രബോസിന് ആകെ ദേഷ്യം വരുന്നുണ്ട്. ചന്ദ്രബോസ് പറയുകയാണ്, മലേഷ്യയിൽ കോടികളുടെ പൈസ കൊണ്ട് ബിസിനസ് മാഗ്നറ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ 15 കോടി കിടന്ന് വേളം ഉണ്ടാക്കുന്നുണ്ടല്ലേ, ഞാനായിരുന്നെങ്കിൽ പുല്ലിട്ടിട്ട് പോയേനെ, അപമാനം വിറ്റൊരു കളിക്ക് ഞാനില്ല എന്നിങ്ങനെ ചന്ദ്രബോസും പറയുന്നുണ്ട്. അന്നേരം ഉപേന്ദ്രൻ പറയുകയാണ്, അതെ പൈസ എൻ്റെയാണ്, എനിക്കതിനിത്തിരി ദണ്ണമുണ്ട്, എനിക്കിത്തിരി അഭിമാനം കുറവാണെന്നും പറഞ്ഞ് രണ്ടുപേരും തമ്മിൽ വഴക്കാവുമെന്ന് കാണുമ്പോൾ സുസ്മിത പറയുന്നുണ്ട്, നിങ്ങളിങ്ങനെ അന്യോന്യം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല, അതെങ്ങനെ തിരിച്ചെടുക്കാം എന്നാണ് നമ്മൾ നോക്കേണ്ടത്. പിന്നെ കാര്യം പപ്പി അവൻ്റെ മോളല്ല എങ്കിലും ആദ്യമായിട്ട് അവനെ അച്ഛാന്ന് വിളിച്ചതല്ലേ, അപ്പോൾ അവളെ വെച്ച് നമുക്ക് വില വേശാം എന്നിങ്ങനെ പറയുമ്പോൾ, പപ്പി എങ്കിൽ ആ വഴി നോക്ക്, ഇല്ലെങ്കിൽ വേറൊരു പപ്പനെ നമുക്ക്
വെളിയിൽ പുറത്തിറക്കാം, അവന് വേണ്ടി ഒരു ആരാച്ചാരെ ഇറക്കാനും എനിക്ക് മടിയൊന്നുമില്ല, അവനെ കൊല്ലും എന്നൊക്കെ പറയുമ്പോൾ എടോ താൻ മണ്ടത്തരം പറയാതിരിക്കുക. അവനെ കൊന്നാൽ അവൻ്റെ ഈ സ്വത്ത് മുഴുവൻ അവൻ്റെ ഈ പറയുന്ന ശ്യാമയ്ക്കും പപ്പിയുടെയും കയ്യിലേക്ക് പോകും, താൻ പിന്നെ ജയിലിലും പോകും എന്ന് പറയുമ്പോൾ വീണ്ടും ഈ ഉപേന്ദ്രൻ കിടന്ന് ബഹളം ഉണ്ടാക്കുകയാണ്. എൻ്റെ കാശിന് വേണ്ടി ഞാൻ ആരോട് ചോദിക്കും ദൈവമേ എന്നും പറഞ്ഞ് അങ്ങ് ബഹളം ഉണ്ടാക്കുമ്പോൾ സുസ്മിത പറയുന്നുണ്ട്, എന്തായാലും വിനാശകാലേ വിപരീത ബുദ്ധി എന്നല്ലേ, നമുക്കൊരു കുരുതി തന്നെ കൊടുക്കാം സ്വത്ത് തിരികെ കിട്ടാനായിട്ട്. അതിൽ മനുഷ്യക്കുരുതിയാകുമ്പോൾ ഏറ്റവും നല്ലതായിരിക്കും, പപ്പിക്ക് വേണ്ടി നമുക്കൊരു കുരുതി പുഷ്പാഞ്ജലി നടത്താം എന്നിങ്ങനെ പറഞ്ഞിട്ട് സുസ്മിത ആ പ്ലാൻ മനസ്സിൽ കാണുകയാണ്. എന്ന് വെച്ചാൽ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി വിലപേശാം എന്നുള്ളതാണ് അവിടെ ഈ ഉപേന്ദ്രനോടും ചന്ദ്രബോസിനോടും സുസ്മിത പറയുന്നത് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. തുടർന്ന് കുടുംബശ്രീ ഹോട്ടലിലേക്ക് ഈ ചന്ദ്രബോസും സുസ്മിതയും ഏർപ്പാടാക്കുന്ന 2 ഗുണ്ടകൾ കാറിലെത്തുന്നുണ്ട്. അന്നേരം ഹോട്ടലിൽ രാജി മാത്രമേ ഉള്ളൂ. തുടർന്നാണെങ്കിൽ ഇവർ ചായ പറയുന്നുണ്ട്. രാജി ചായ എടുക്കാനായിട്ട് നോക്കുമ്പോൾ അവരവിടെ CCTV ഉണ്ടോ എല്ലാമൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അന്നേരം അതിലൊരാൾ പറയുന്നുണ്ട്, ഒരു കവർ പാലും ഉണ്ട്, 15 ചായ ഉണ്ടാക്കുന്നിടത്ത് CCTV ഒന്നും കാണില്ല, കുട്ടികൾ അപ്പുറത്താണ് താമസം എന്നൊക്കെ ഇങ്ങനെ ഇവർ അവരുടെ വീടൊക്കെ നോക്കിക്കണ്ട് ഒരു പ്ലാൻ നടപ്പിലാക്കാനുള്ള ശ്രമത്തിലാണ്. പക്ഷെ രാജി ഇത് ശ്രദ്ധിക്കുന്നില്ല. ഈ സമയത്ത് ശാരദാമ്മയാണെങ്കിൽ അമ്പലത്തിൽ നിന്ന് കുട്ടികളെയും കൊണ്ട് വരുന്നുണ്ട്. അതൊക്കെ ഹോട്ടലിനകത്തിരുന്നുകൊണ്ട് അവർ കാണുന്നുണ്ട്. അതാണ് കുട്ടികൾ, അവരെയാണ് കൊണ്ടുപോകേണ്ടതെന്നൊക്കെ ഇവരിങ്ങനെ പറയുന്നുണ്ട്. ഈ സമയത്ത് രാജി ശാരദാമ്മയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അന്നേരമാണ് ശ്യാമയും രോഹിത്തും കൂടി ഓട്ടോയിലെത്തുന്നത്. അന്നേരം പിന്നെ അവർ ഞങ്ങൾ കൊണ്ടുപോകാൻ വന്നതാണ്, കുട്ടിയെ കൊണ്ടുപോകാൻ വന്നതാണ്, മോളെ കൊണ്ടുപോകാൻ വന്നതാണെന്ന് രോഹിത്ത് പറയുന്നുണ്ട്, ശ്യാമയും പറയുന്നുണ്ട്. അന്നേരം വരുന്നോ എന്ന് വിളിച്ചു പറഞ്ഞ പോലും ഇല്ല എൻ്റെ ശാരദാമ്മ ചോദിക്കുകയാണ്. തുടർന്നാണ് മോളെ കൊണ്ടുപോകാനാണ് വന്നതെന്ന് പറയുന്നത്. അന്നേരം ശാലിനിയോടൊന്ന് ചോദിക്കാതെ എങ്ങനെയാണ്, അവളുടെ ഒരു ചോദിച്ചിട്ടല്ലേ തീരുമാനം എടുക്കേണ്ടതെന്ന് പറയുമ്പോൾ എങ്കിൽ രോഹിത്തെ നമുക്ക് പോയിട്ട് വന്നാലോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം എങ്കിൽ പോയിട്ട് വരാമെന്ന് രോഹിത്തും പറയുന്നുണ്ട്. തുടർന്ന് ശ്യാമ പറയുകയാണ്, നമുക്ക് സത്യാമ്മയും അച്ഛനെയും ഒന്ന് കാണണം, കണ്ടിട്ട് വരാമെന്ന്. അന്നേരം ശാരദാമ്മ പറയുന്നുണ്ട്, നല്ല തീരുമാനം തന്നെയാണ്, പിന്നെ വിഷ്ണുവിനേക്കാൾ സ്നേഹം രോഹിത്തിനോടായിരുന്നല്ലോ, ചിലപ്പോൾ ആദ്യം വഴക്കൊക്കെ പറയും, അതൊന്നും കാര്യമാക്കണ്ട എന്ന് പറയുകയാണ്. തുടർന്ന് ഈ രോഹിത്താണെങ്കിൽ പപ്പി ഇങ്ങനെ അടുത്തേക്ക് പിടിക്കുന്നുണ്ട്, നെറ്റിയിൽ ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. രോഹിത്തിന് അങ്ങ് സങ്കടം വരുന്നുണ്ട്, പക്ഷെ പപ്പി സ്നേഹത്തോടെ നോക്കിയിരിക്കുകയാണ്. തുടർന്ന് അച്ഛനും അമ്മയും പോയിട്ട് വരാം, അപ്പോഴത്തേക്ക് ഒരുങ്ങി റെഡിയായി ഇരിക്കണം കേട്ടോ എന്ന് പറയുമ്പോൾ അതൊക്കെ സമ്മതിക്കുന്നുണ്ട് ഈ പപ്പിയാണെങ്കിൽ. തുടർന്ന് ഇവരങ്ങ് ഓട്ടോയിൽ കയറി പോവുകയാണ്, ശ്യാമയും രോഹിത്തും കൂടി. അതിനുശേഷമാണെങ്കിൽ പിന്നെ രാജിയോട് ഹോട്ടലിലെ കാര്യം എന്തായെന്നൊക്കെ ചോദിക്കുമ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണെന്ന് പറയുമ്പോൾ ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറയുന്നുണ്ട് ശാരദാമ്മ. തുടർന്ന് രാജി ഇഞ്ഞ് തിരികെ ഹോട്ടലിലേക്ക് വരുമ്പോൾ ഇവരിങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഈ ഗുണ്ടകളാണെങ്കിൽ. അന്നേരം ഈ കുട്ടികളെ എങ്ങനെ കൊണ്ടുപോകുന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പിന്നെ ബോധം കെടുത്തി മൂക്കും വായും കെട്ടി ഡിക്കിയിലിടാമെന്ന് പറയുമ്പോൾ ഒരാൾ പറയുന്നുണ്ട് ശ്വാസം മുട്ടില്ല, എങ്കിൽ നമുക്ക് സീറ്റിനകത്ത് ഇടാം, ഉച്ചത്തിൽ പാട്ടും വെക്കാം, അപ്പോൾ ആരും ശ്രദ്ധിക്കുന്നില്ല എന്നും പറഞ്ഞിട്ട് ഇവരവരുടെ പ്ലാൻ നടപ്പിലാക്കാനുള്ള ശ്രമത്തിലാണ്. ഈ സമയത്ത് ശാലിനിയുടെ വണ്ടി വരുന്നുണ്ട്. അന്നേരം വീണ്ടും കാറോ എന്ന് പറഞ്ഞിട്ട് ഗുണ്ടകൾ നോക്കുന്നുണ്ട്. ഇതല്പം വിലപിടിപ്പുള്ള കാറാണ്, അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം എന്ന് പറയുകയാണ്. എന്നിട്ട് ശാലിനിയോട് ശാരദാമ്മ ചോദിക്കുന്നുണ്ട്, അല്ല എന്താ നേരത്തെ ചോദിക്കുമ്പോൾ ഓട്ടോക്കാരുടെ കോളനിയിലൊരു സമ്മേളനമുണ്ട്, കുട്ടികളെയും കൊണ്ടുപോകണമെന്ന് പറയുമ്പോൾ അവർ റെഡി ആയിട്ടൊന്നും ഇല്ല എന്ന് ശാരദാമ്മ പറയുന്നുണ്ട്. അതൊക്കെ ഞാൻ റെഡി ആയിക്കോളാം എന്ന് പറഞ്ഞിട്ട് ശാലിനി അകത്തേക്ക് കയറുകയാണ്. അപ്പോൾ ഇവരിത് കേൾക്കുന്നുണ്ട് ഈ ഗുണ്ടകൾ. അപ്പോൾ എങ്കിൽ നമുക്ക് അവരെ കോളനിക്കകത്തുനിന്ന് പൊക്കാം എന്നിങ്ങനെ പറഞ്ഞിട്ട് ഈ ശാരദാമ്മ ഹോട്ടലിലേക്ക് വരുമ്പോൾ ചായയുടെ പൈസയൊക്കെ വെച്ചിട്ട് ഇവരിറങ്ങുന്നുണ്ട്. തുടർന്ന് അവർ ഹോട്ടലിലെ കാര്യങ്ങൾ നോക്കാനുള്ള ശ്രമം. ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രൊമോയിൽ കാണിച്ചതുപോലെ രോഹിത്ത് പോകുന്നതൊന്നും കാണിച്ചില്ല. അടുത്ത എപ്പിസോഡിലാണത് രോഹിത്ത് സത്യഭാമയുടെയും രാഘവൻ നേരെയും കാണാൻ പോകുന്നതും സത്യഭാമ അടിക്കുന്ന ആ ഒരു സീനും പിന്നെ കുട്ടികളെ ആ കോളനിയിലെ ആ ഒരു ആഘോഷ സ്ഥലത്ത് നിന്നാണ് അവർ ആ ഊഞ്ഞാലൊക്കെ കെട്ടി ആടുമ്പോൾ അവിടെ നിന്നാണ് കോളനികളെ കുട്ടികളുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കുട്ടികളെ തട്ടിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ ഇനി അവിടെ നിന്ന് എങ്ങനെ രക്ഷിക്കും എന്നുള്ളതാണ് ശാലിനിയും വിഷ്ണു തന്നെ ആയിരിക്കും, ഓട്ടോക്കാരും ഒക്കെ ചേർന്നായിരിക്കും രക്ഷിക്കുന്നത്. എന്താണെന്നും എന്നുള്ളത് അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, താങ്ക്